പക്ഷെ നായകൻ എന്ന് പറഞ്ഞ മണിരത്നം സർ ചെയ്ത ഒരു പടം കണ്ടപ്പോൾ എനിക്ക് അത് അത് ഇറ്റ് എഫക്റ്റഡ് മീ വെരി ഡിഫറെൻ്റ്ലി. ഐ വോണ്ട് ടു ഡൂ ദിസ്. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഈ വിഷ്വൽസ് നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? പുള്ളി എങ്ങനെയാണ് അത് ചെയ്തത്? വാട്ട് ഇസ് ഹി ഡൺ എന്ന് പറഞ്ഞിട്ട് ആ പടത്തിന് ഞാൻ കുറേ സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. പിന്നെ മണി സാറിൻ്റെ എല്ലാ പടവും വരുമ്പോൾ പിന്നെ അതിന് മുമ്പ് റിലീസായ പടങ്ങളൊക്കെ എടുത്ത് കണ്ടിട്ട് പിന്നെ വേറെ ഫിൽം മേക്കേഴ്സിൻ്റെ വർക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് ഐ സ്റ്റാർട്ട് തിയറി ആയിട്ട് ഞാൻ അത് പഠിക്കാൻ തുടങ്ങി. ജസ്റ്റ് വാച്ചിങ് ഫിൽംസ് ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഒരു സീൻ എത്ര ഷോർട്സ് ആയിട്ട് അവർ കട്ട് ചെയ്തിരിക്കുന്നത്, വാട്ട് ദ ലാംഗ്വേജസ്, ഒരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ലാംഗ്വേജ് എന്നൊക്കെ കുറേ. ബിക്കോസ് ഐ ഡോണ്ട് ഗോ ടു എ ഫിലിം സ്കൂൾ, ഞാൻ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. ബട്ട് ത്രൂ എഞ്ചിനീയറിംഗ് ഐ വാസ് ഡൂയിങ് എ ലോട്ട് ഓഫ് റീഡിങ്, ലുക്കിംഗ് അറ്റ് ഫിൽംസ്, ലോട്ട് ഓഫ് വർക്ക് ഐ ഡിഡ്. ഒരു പടം നമ്മൾ കാണാൻ പോകുമ്പോൾ കോളേജിൽ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ദേവർ മകൻ, ഗുണ, കുറേ ഇങ്ങനത്തെ കമൽ സാറിൻ്റെ ഒക്കെ കുറേ ഫിലിംസ്, നമ്മൾ രോജ ഒക്കെ അപ്പോൾ റിലീസായ പടങ്ങളാണ്. ഇതൊക്കെ ഫസ്റ്റ് ടൈം ഒരു ഓഡിയൻസ് ആയിട്ട് പോയി കണ്ടിട്ട് സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് ടൈം ടു സ്റ്റഡി ദ ഫിലിം. ഞാൻ ബോംബെ ഒക്കെ ഒരു നോട്ട് പാഡ് എടുത്തിട്ട് പോയി കുറേ ഞാൻ ഇങ്ങനെ 3-4 ടൈംസ് കാണുമ്പോൾ ഞാൻ കുറേ ഇങ്ങനെ എഴുതും, ഈ ഷോട്ട് ഇത്രയും, ഈ സീനിൽ ഇത്രയും ഷോട്ട്സ് ഉണ്ട്, അത് ഒരു ഷോട്ട് എത്രയും സ്ഥലത്ത് കട്ട് ചെയ്തിരിക്കണോ, വേറെ സിംഗിൾ ഷോട്ട്സ് എത്രയാണ്, ഇതെന്തിനാ ഇങ്ങനെ, സാർ എന്തിനാ ഈ സീൻ ഇങ്ങനെ ഹാൻഡിൽ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ കുറേ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് മൈ തിയറി.